ഗവേഷണമെന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഓർമ്മ വരുന്നത് വലിയ ലാബുകളും സങ്കീർണമായ ഉപകരണങ്ങളുമൊക്കെയാണ് അല്ലേ? പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഗവേഷണം തുടങ്ങുന്നത് വളരെ ലളിതമായ ചില ചോദ്യങ്ങളിൽ നിന്നാണ്. നമ്മുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ എങ്ങനെ പുതിയ അറിവുകൾ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന ചോദ്യം. ഒരു നഴ്സ് തന്റെ ഡ്യൂട്ടിക്കിടയിൽ കാണുന്ന ഒരു ചെറിയ കാര്യം എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഗവേഷണത്തിന് തുടക്കമിടുന്നത്? നമുക്കിതിലേക്ക് വിശദമായിട്ട് കടക്കാം. ഒരു റിസർച്ച് ഐഡിയ എവിടെ നിന്നാണ് കിട്ടുക? അതിന്റെ തുടക്കം എവിടെയാണ്? സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് നഴ്സിംഗ് രംഗത്ത് രോഗികളുമായി നേരിട്ട് ഇടപഴകുമ്പോൾ പുതിയ പുതിയ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നുവരും. ഇവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല്, ഗവേഷണത്തിനുള്ള ആശയങ്ങൾ കിട്ടാൻ വേറെ എങ്ങോട്ടും പോകേണ്ടതില്ല. ക്ലിനിക്കൽ പ്രാക്ടീസ്, അതായത് ഒരു നഴ്സ് ദിവസവും ചെയ്യുന്ന ജോലി, അതുതന്നെയാണ് ഏറ്റവും വലിയ ഉറവിടം. ഒന്നാലോചിച്ചു നോക്കൂ. ചിലപ്പോ നമ്മൾ കാണാറില്ലേ, ചില സ്റ്റാഫ് കൈ കഴുകുന്ന കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ചില രോഗികൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നത്? കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിരീക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ഗവേഷണ ചോദ്യങ്ങളായി മാറുന്നത്. ശരി, അപ്പൊ നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ ഒരു വഴിയാണ്. ഇനി നമുക്ക് അടുത്ത സോഴ്സിലേക്ക് പോവാം. അതായത് നമ്മൾക്ക് മുന്നേയുള്ള അറിവുകളെ എങ്ങനെ ഒരു പുതിയ വഴി കണ്ടെത്താൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇവിടെയാണ് പുസ്തകങ്ങളും പഴയ പഠനങ്ങളുമൊക്കെ നമുക്കൊരു വഴികാട്ടിയായി മാറുന്നത്. ഇവിടെ പ്രധാനമായും 2 വഴികളാണുള്ളത്. ഒന്ന്, ലിറ്ററേച്ചർ റിവ്യൂ, അതായത് മുൻപ് നടന്ന പഠനങ്ങളൊക്കെ എടുത്തു നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുള്ളതെന്ന്. രണ്ടാമത്തേത് നഴ്സിംഗ് തിയറികളാണ്. നിലവിലുള്ള സിദ്ധാന്തങ്ങൾ ശരിക്കും പ്രായോഗികമാണോ, റിയൽ ലൈഫിൽ വർക്ക് ആകുമോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതായത് മറ്റൊരാൾ കണ്ടുപിടിച്ച കാര്യം തന്നെ നമ്മൾ വീണ്ടും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ലിറ്ററേച്ചർ സർവേ നടത്തുമ്പോൾ നമ്മുടെ പഠനം എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുക എന്ന് നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ഈ പഴയ സ്റ്റഡീസിന്റെ അവസാന ഭാഗത്ത് അവർ പറയും, ഇനി ഇന്ന കാര്യങ്ങളിൽ കൂടുതൽ പഠനം ആവശ്യമാണ് എന്ന്. അത് തന്നെ നമുക്കൊരു പുതിയ ടോപ്പിക്കിലേക്കുള്ള വഴിയാണ്. എന്താണ് ഈ നഴ്സിംഗ് തിയറി എന്ന് വെച്ചാൽ? സിമ്പിളായി പറഞ്ഞാൽ, രോഗികളെ എങ്ങനെ പരിചരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു ആശയമാണത്. ഉദാഹരണത്തിന് ഈ ഓറേമിന്റെ തിയറി നോക്കൂ. അത് പറയുന്നത് രോഗികൾ സ്വയം പരിചരിക്കാൻ പഠിച്ചാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇത് ശരിയാണോ എന്ന് പഠിക്കാൻ ഈ തിയറി ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ഒരു തിയറി ഉണ്ടാകും. അത് ചില കാര്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തെപ്പറ്റി പറയും. രണ്ടാമത് ആ തിയറിയിൽ നിന്ന് നമ്മളൊരു ഊഹം, അതായത് ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ ഊഹം നമ്മൾ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ, അതായത് ആശുപത്രിയിലോ മറ്റോ പരീക്ഷിച്ചു നോക്കും. അവസാനം കിട്ടുന്ന റിസൾട്ട് വെച്ച് ആ തിയറി ശരിയാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ വ്യക്തിപരമായ അനുഭവങ്ങളും പുസ്തകങ്ങളിലെ അറിവുമൊക്കെ നോക്കി. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. ആശുപത്രിയുടെ പുറത്തുള്ള ലോകം, അതായത് നമ്മുടെ സമൂഹവും സ്ഥാപനങ്ങൾക്കുള്ളിലെ ഡാറ്റയുമൊക്കെ എങ്ങനെയാണ് പുതിയ ഗവേഷണ ആശയങ്ങൾ തരുന്നത് എന്ന് നോക്കാം. ഈ ചിത്രം കണ്ടില്ലേ? റിസർച്ചിനുള്ള ഐഡിയാസ് എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വലിയ പ്രശ്നങ്ങൾ മുതൽ ആശുപത്രിയിലെ ചെറിയ ക്വാളിറ്റി റിപ്പോർട്ടുകൾ വരെ എല്ലാം പുതിയ ചോദ്യങ്ങളിലേക്കുള്ള ഓരോ വാതിലുകളാണ് തുറന്നു തരുന്നത്. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. HIV, ഗാർഹിക പീഡനം, പ്രായമായവരുടെ പ്രശ്നങ്ങൾ. ഇതൊന്നും വെറും സോഷ്യൽ ഇഷ്യൂസ് അല്ല. ഇവയെല്ലാം നമ്മുടെ രോഗികളുടെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു നഴ്സിംഗ് ഗവേഷകന് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന്, ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള മാനസിക പിന്തുണയാണ് വേണ്ടത്? ഇതിനെപ്പറ്റി പഠിക്കുന്നത് അവർക്ക് നല്ല കെയർ കൊടുക്കാൻ നമ്മളെ സഹായിക്കില്ലേ? ഇനി ആശുപത്രിയുടെ ഉള്ളിലേക്ക് വന്നാൽ അവിടുത്തെ ഡാറ്റ ഒരു നിധി പോലെയാണ്. രോഗികളുടെ സേഫ്റ്റി റിപ്പോർട്ടുകൾ, അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റിൽ എത്രത്തോളം സംതൃപ്തിയുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയാണ് നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന്. ദാ ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ഇത് രോഗികളുടെ അതൃപ്തിയുടെ നിരക്കാണ് കാണിക്കുന്നത്. ആദ്യത്തെ ബാർ നോക്കൂ, വേദന കൈകാര്യം ചെയ്യൽ. അവിടെ അതൃപ്തി വളരെ കൂടുതലാണ്. രണ്ടാമത്തേത് ഡിസ്ചാർജ് പ്രക്രിയ, അവിടെയും അങ്ങനെ തന്നെ. അപ്പം നമുക്ക് ഇവിടെ നിന്നും തന്നെ ഒരു ചോദ്യം കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് വേദന കൈകാര്യം ചെയ്യുന്നതിലും ഡിസ്ചാർജ് പ്രോസസ്സിലും രോഗികൾക്ക് ഇത്രയും അതൃപ്തി? ഇതെങ്ങനെ പരിഹരിക്കാം? ഇതൊരു കിടിലൻ റിസർച്ച് ടോപ്പിക്കാണ്.
അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഒരു ഗവേഷണം തുടങ്ങാൻ നമുക്ക് വേണ്ടത് എന്താണ്? വലിയ വലിയ ഉപകരണങ്ങളോ ലാബുകളോ ഒന്നുമല്ല. പകരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു മനസ്സാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഒന്നോർക്കുക, നല്ല റിസർച്ച് ചോദ്യങ്ങൾ എവിടെയുമുണ്ടാവാം. ഒരു രോഗിയുടെ ബെഡിന്റെ അരികിൽ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തിൽ, എവിടെ വേണമെങ്കിലും. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ ജോലിസ്ഥലത്ത് നിങ്ങളെ കണ്ടിട്ടുള്ള ഏത് പ്രശ്നമാണ് ഒരു നല്ല ചോദ്യത്തിനായി കാത്തിരിക്കുന്നത്? ഒരുപക്ഷേ നിങ്ങളുടെ ആ ചോദ്യമായിരിക്കാം അടുത്ത വലിയൊരു മാറ്റത്തിന്റെ തുടക്കം.